പാവ രാവിലെ മുതല് നീച്ച് പഠിക്കൽ തുടങ്ങിയതല്ലേ. ഈ ചായ കൊണ്ട് കൊണ്ടുകൊടുക്ക, നല്ല ക്ഷീണം ഉണ്ടാവും. സെമിയെ, എന്നാ ഈ ചായ കൊണ്ട് കുടിച്ചാളാ, ആ ഉറക്കക്ഷീണം കണ്ട് പോയിക്കോട്ടെ. ഇക്കിപ്പോ ചായ ഒന്നും വേണ്ടമ്മ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുടിച്ചോണ്ട്. ഞാൻ ഇപ്പൊ കൊടുന്നു വെച്ചിട്ട് ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ എന്റെ മകൾക്ക് ഒരു ഗ്ലാസ് ചായ ഇടുന്ന അത്ര വലിയ കാര്യം. ഇനിയിപ്പൊ അങ്ങനെ എടുത്ത് കുടിക്കൊന്നും വേണ്ട. ഇത് കുടിച്ചു വേണ്ടേ അത് പഠിച്ചായിരുന്നോ. എന്തായാലും അടുത്ത ആഴ്ച പരീക്ഷയല്ലേ വരുന്നത്. എന്റെ കുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നം ഇനിയില്ലേ പഠിച്ച് നല്ലൊരു ജോലി വേണമെന്നുള്ളത്. അത് അതേപോലെ തന്നെ നടക്കും. ഒന്നല്ലെങ്കിലും ഓൻ ഇവിടൊക്കെ തന്നെ ഇല്ലേ, നമ്മളെ കാണുന്നുണ്ടാവും. ഓൻ മരിച്ചെന്ന് വിചാരിച്ചിട്ട് ഇക്കന്നെങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്റെ കുട്ടിക്ക് സങ്കടം ആവുള്ളൂ. അമ്മന്റെ കുട്ടി വേഗം കുടിച്ചിട്ടേ ഇരുന്ന് പഠിച്ചോ. ഇനി ഓരോന്ന് ആലോചിച്ച് എനിക്ക് സങ്കടപ്പെടണ്ടട്ടാ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എന്തിനാ ഇക്ക ഈ പാവം ഉമ്മാനെ ഇന്നെ വിട്ടിട്ട് നിങ്ങൾ പോയത്? അമ്മ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ. ഇതാണ് പറയണത്, ജീവിക്കാൻ കൊതിയുള്ളവരെ പടച്ചോൻ ജീവിക്കാൻ സമ്മതിക്കൂല. എന്താപ്പ പണി എനക്കിവിടെ? ഞാനേ ഈ ഓമക്കായന്റെ അടിയൊക്കെ ആകെ ചീഞ്ഞിക്കണം. അപ്പൊ അതൊക്കെ നോക്കിയായിരുന്നു. അളിജ ഉടുക്ക വന്നതാ? എല്ലായിടത്തും ഇതൊക്കെ തന്നെ അവസ്ഥ. ഞാൻ എന്റെ അടുത്തേക്ക് ഇറങ്ങിയത് തന്നെ ഏടി. ഇതൊക്കെ ഒരു 4 തക്കാളി ഉണ്ടായിരുന്നു കാട്ടിക്ക, കറി വെക്കാനേന്ന്. 4 തക്കാളി ഒന്നും ഉണ്ടാവില്ലടി. 2 ആണെന്നുണ്ടെങ്കിൽ ഞാൻ തരാം. 2 കറിക്ക് എടുക്കണം. 2 അങ്ങോട്ട് കൊണ്ടേ. അന്ന് ചിക്കട് വായ അടുക്കളേക്ക്, അവിടുന്ന് തരാം. ഇവിടെ നിന്നിട്ട് ഇപ്പൊ എന്താകെ വെയിലയിക്കണം. ഞാൻ അത് വരാം. ഇന്നൊരു തക്കാളി. അങ്ങോട്ട് കാട്ടെ. എന്തായാലും വന്നതല്ലേ, കുറച്ചേരം വർത്താനം പറഞ്ഞിട്ടൊക്കെ പോയാ മതി. കൊറേ ദിവസമായല്ലോ അന്നൊക്കെ ഒന്നും കൂടി കണ്ടിട്ട്. എന്താ പറയാ, ഞാൻ ഇവിടെ ഉണ്ടായിട്ടില്ലേടി. ഞാൻ മരോളെ പെരയിലൊന്ന് പോയിന്ന്. ഓളെ അമ്മ എനിക്ക് തീരെ സുഖമില്ലാതെ ഇരിക്കേന്നേ. അപ്പൊ 2 ദിവസം അതിന്റെ അടുത്ത് നിന്ന്. അതാ ഇജ്ജ് കാണാത്ത. അല്ല, എന്റെ മരോളില്ല ഇവിടെ? ഓള് ഇവിടെ ഉണ്ട്. ഓള് പഠിക്കാണ്. ഓൾക്ക് ഒരാഴ്ച കഴിഞ്ഞ എക്സാം മാത്രേ. അപ്പൊ ഈ ഒരു പരീക്ഷ എഴുതിയില് ജയിച്ചാലുള്ളൂ ജോലി കിട്ടുക. അപ്പൊ അതിന്റെ പഠിത്തത്തിലാണ്. എന്തിനാ ഓളെ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കണത്? അന്റെ ചെക്കനും കൂടി ഇല്ലാതെ ഓളോർക്കാണ് പറഞ്ഞയച്ചൂടെ എനിക്ക്? ഓളെ പെരേക്ക് ഞാൻ പറഞ്ഞയച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഒന്ന് പഠിച്ച് ജോലി മേടിക്കോട്ടെ വിചാരിച്ച്. ഈ ഏർപ്പാട് അത്രക്ക് നല്ലതൊന്നും അല്ല. ചൊന്ന് പതുക്കെ പറ. ഞാൻ കേട്ടിട്ട് അതിന് സങ്കടം ആവണ്ട. ഞാൻ ഓളെ പറഞ്ഞേക്കായിയാണ്. എന്റെ കുട്ടിക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ഓളോർക്ക് പോണതൊന്നും. പിന്നെ ഓൾക്ക് ആകെ ഒരു ഉമ്മല്ലേ ഉള്ളൂ. ആ അമ്മക്ക് എന്ത് പണിയെടുക്കാൻ പറ്റുക? ഓളെ പഠിപ്പിക്കാനുള്ള പൈസ ഒന്നും ഓലെ കയ്യിലും ഇല്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ സ്ഥലം വിറ്റേന്റെ പൈസ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഓളെ ഞാൻ പഠിപ്പിക്കാൻ. അതാണക്ക് ഇപ്പൊ അറിയില്ല അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. ഓളിപ്പൊ പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഓള് പോവുണ്ടല്ലോ. ആരോടെങ്കിലും ഓൾക്കൊരു പ്രേമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കന്റെ തലേക്കാ വരിക. ഓളമ്മയും കൂടിയും പറയും, എന്റെ കുട്ടീനെ അവിടെ നിർത്തിങ്ങാണ്ട് കണ്ണി കണ്ടതിനെ ആക്കിക്കാണ്. എന്തിനാ വെറുതെ അതൊക്കെ കേക്കണ ഇജ്ജി? അന്നെ പറഞ്ഞാ മതി ഇതൊക്കെ. അത് സാരല്ല, നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്തൊക്കെയാ പറയാലോ. നിങ്ങളൊക്കെ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. എന്റെ കുട്ടി മരിച്ചു, പിന്നെ ഇപ്പൊ എന്തിനാ ഞാൻ ഓളെവിടെ നിർത്തുന്നു എന്നുള്ള ചിന്ത തന്നെയാണ് എല്ലാരുടെ മനസ്സിലും. പക്ഷെ ഒക്കെ അങ്ങനെ പറഞ്ഞേക്കാനൊന്നും തോന്നുന്നില്ല.
പിന്നെ ഓൾക്ക് ഇനി വേറൊരു ജീവിതമാണെന്ന് തോന്നണ അന്ന് ഓളെ കല്യാണം ഞാൻ നടത്തി കൊടുക്കും. അന്ന് ഓള് ഇവിടുന്ന് പൊയ്ക്കോട്ടെ, അത്രന്നെ ഉള്ളു. തക്കാളി ഞാനാണ്ട് പോട്ടെ, എന്നാ എന്റെ പണിയോട് നടക്കട്ടെ. ഇനിയിപ്പോ നല്ല മഴയും വരുന്നുണ്ട്. എന്നാ ശരി, എന്നോട് പറഞ്ഞാളാ. ആയിക്കോട്ടെ, എന്ന് വെച്ച് ചെല്ലേ. എന്ത് സാജേജ് നോലോലിക്കണിരുന്നിട്ട്? എന്റെ ഒന്നുമില്ലമ്മ. ജമീല പറഞ്ഞ കേട്ടിട്ടുണ്ടാവൂലേ? ഓരോരുത്തർ പറഞ്ഞ കേട്ടുങ്ങാണ്ട് ഉമ്മാന്റെ കുട്ടി കരയായിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെന്നെ നേരം ഉണ്ടാവുള്ളൂ. ഇക്കില്ലാത്ത സങ്കടാണ് ഓൽക്കൊക്കെ. സാരില്ല, ആൾക്കാരകതും ഇതൊക്കെ പറയും. ഉമ്മാന്റെ കുട്ടിയാണെന്നും കാര്യാക്കണ്ട. ഓലൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ ഉമ്മക്ക് ഇവിടെ ഒരു അധികം പറ്റാണോന്ന് എന്റെ മനസ്സിലിങ്ങനെ തോന്നുന്ന ഓല് പറയുമ്പോ. ഇക്കെന്ത് ബുദ്ധിമുട്ടാ ഉള്ളത്? ആ പറയുന്ന ആൾക്കാർക്ക് കേൾക്കാനും ബുദ്ധിമുട്ട്. ഇമ്മക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈച്ചും ഇവിടെ നിക്കുമ്പോളേ എന്റെ കുട്ടി ഇവിടെ ഉള്ള പോലെ തോന്നും ഉമ്മാക്ക്. പിന്നെ ഞാൻ പോളോട് പറഞ്ഞല്ലോ, അനക്ക് എന്തെങ്കിലും വേറൊരു ജീവിതമാണെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ കുട്ടീനെ ഞാൻ നല്ല രീതിയിൽ തന്നെ കെട്ടിച്ച് പറഞ്ഞേക്കും. അതിനിപ്പോ എന്റെ സമ്മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ലൊരു ഭാവി എനിക്ക് വേണം. എന്നും എന്റെ കുട്ടീനെ ആലോചിച്ചുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റൂലല്ലോ. അതൊക്കെ പിന്നല്ലേ, ഉമ്മാന്റെ കുട്ടി പഠിച്ച് നല്ല പരീക്ഷയിൽ മാർക്ക് വാങ്ങും. അതല്ലേ ഓനക്ക് വേണ്ടത്. ഇത് ഓരോരുത്തരെ വാക്കും കേട്ടുങ്ങാണ്ട് നിക്കണ്ട. ഒരു എന്നാലും ഇല്ല, ഇത് ഞാൻ പഠിക്കാൻ നോക്ക്. ഒരു വെയിൽ അരച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ടൊക്കെ ഒന്ന് തിരുമ്പിടട്ടെ. ഇപ്പൊ ആരെത്ത് വിളിക്കണു? ഹലോ, നല്ല വർത്താനം അമ്മായിയെ. പണിയോ അടുക്കളയത്തൊക്കെ കഴിഞ്ഞിക്കണ്. ഈ തിരുമ്പാണ്ട്. ഇപ്പൊ ഇങ്ങനെ വെയിലിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത് തിരുമ്പിടട്ടെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്. അടുക്കളയത്തൊക്കെ കഴിഞ്ഞപ്പോ ഒരു ക്ഷീണം. അപ്പൊ ഇങ്ങനെ വന്ന് കൊലായ്മ ഇരിക്ക. ഓളുണ്ട് അവിടെ. ഓള് പഠിക്കാണ്. അടുത്ത ആഴ്ച പരീക്ഷയല്ലേ. പെരേക്ക് കഴിഞ്ഞ ആഴ്ച പോയിങ്ങാണ്ട് വന്നിട്ടുള്ളൂ. ഇനി പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടേക്കാരം പോവുണ്ടാവുക. ഓള് ഇവിടെ നിന്നോട്ടെ, ഇക്കൊരു കൂട്ടാവുമല്ലോ. ഇക്ക് വേറെ ആരാ ഉള്ളത്? ആൾക്കാരവിടെ അതും ഇതൊക്കെ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ആർക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതേപോലെ ഇക്കും കുഴപ്പമൊന്നുമില്ല. അതെ, എന്നാ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് വരണ്ടേ? ഓള് വരണ്ടാന്നുണ്ടെങ്കിൽ ഞാനും ഇല്ല. ഒന്നില്ലെങ്കിൽ എന്റെ മകന്റെ പെണ്ണുങ്ങളല്ലേ ഓള്. ഇല്ലാതെ എങ്ങനെ ഞാൻ വരിക? മകൻ മരിച്ചിക്കണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓളാണ്ട് ഒഴിവാക്കാനൊന്നും പറ്റൂല. എന്നാ ശരി, ഞങ്ങള് വെച്ചാളി. മുടിയൽച്ചലിന് എന്റെ കുട്ടീനായിട്ട് പോകാനൊന്നും പറ്റൂലല്ലോ. എന്റെ കുട്ടി മരിച്ചിക്കണെന്ന് വിചാരിച്ചിട്ട് ഇന്ന് എന്റെ മരുമോൾ തന്നെയാണ്. ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം ഓള് എന്റെ അടുത്ത ഒരാൾ തന്നെയാണ്. ഓളെ പറ്റൂലെന്നുണ്ടെങ്കിൽ ഇന്നെ പറ്റുന്നു. ഞാൻ അങ്ങനെ പോണിയപ്പ ഇല്ലാതെ. എന്നിട്ട് അതിനെ ഒരു സങ്കടാവാൻ. ഇല്ല. എന്താ ചെമ്മിയെ? അമ്മായി വിളിച്ചിരുന്നില്ലേ? വിളിച്ചീന്ന്. ഓലെ മകളെ കുട്ടിയുടെ മുടിയാഴ്ചലാത്ര വരുന്ന ഞായറാഴ്ച. അപ്പൊ അതിന് ചെല്ലാൻ പറഞ്ഞിട്ട്. ഞാൻ പോണില്ല. എനിക്കൊന്നും വെച്ച പോവാന്. ഇന്നേറ്റ് ചെല്ലണ്ടാന്ന് പറഞ്ഞോണ്ടല്ലേ നിങ്ങൾ പോവാത്ത. ഇക്കറിയമ്മ, ഉമ്മ പോയിക്കോളെ, ഞാൻ വരുന്നില്ല.
ഞാൻ കാരണം ഇനി അതൊരു ബുദ്ധിമുട്ടാവണ്ട. എന്റെ കുട്ടിയില്ലാതെ എങ്ങനെ പോവാ? ഒന്നുമില്ലെങ്കിൽ അവർക്ക് ചിന്തിച്ചുകൂടെ ഇജിന്റെ മകന്റെ പെണ്ണുങ്ങളാണ് എന്നുള്ളത്. മകൻ മരിച്ചിക്കണെന്ന് വെച്ചിട്ട് മരക്കളൊന്നും മരക്കൾ തന്നെയാണ്. ഇജെന്നും എന്റെ അടുത്തല്ല നിക്കണത്. അപ്പൊ ഓൽക്ക് അന്യം കൂടി ഒന്ന് വിളിച്ചൂടെ? ഓല് പറയാണ് ഇജ്ജ് വരണ്ടാന്ന്. അതെങ്ങനെ നടക്ക? ഇക്ക് അങ്ങനൊന്നും പോവാൻ പറ്റൂല. ആണ്ടമ്മ ഞാൻ എന്റെ പേരേക്ക് പോയിക്കോളാം. ഞാൻ ആദ്യം നിന്നപ്പോ ഒന്നും ചിന്തിച്ചില്ല ഉമ്മാക്ക് പ്രശ്നമാവുന്നൊന്നും. ഇപ്പൊക്കെ മനസ്സിലായി ഉമ്മ. ഞാൻ ഇവിടെ നിക്കണേന് ഒരു അർത്ഥമില്ല. വേണ്ട, ഇജ് ഇല്ലാത്തോടത്തേക്ക് ഞാനും ഇല്ല. നീ പേരും പറഞ്ഞുകൊണ്ട് നീ എന്റെ അടുത്തേക്ക് വരണ്ട. അവിടെ പോയിരുന്ന് ഇന്ത്യയിലൊക്കെ എഴുതിയാ പഠിക്കുന്നവരൊക്കെ ചെയ്തോ. പാവാണ്, അതിന് സങ്കടായിട്ടുണ്ടാവും. അതിപ്പോ എല്ലാരും ഇങ്ങനെ പറഞ്ഞ് കേക്കല്ലേ. കുട്ടിയുടെ ഇടങ്ങേറ്. അതിനോട് അതിന്റെ പെരേക്ക് പോവാൻ പറഞ്ഞിട്ട് പോവില്ല. അമ്മ ഒറ്റക്കല്ലേ എന്ന് പറഞ്ഞ് നിക്ക. അത് അതിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും കേൾക്കൂല. ചെറിയ കുട്ടിക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ. രണ്ടും കൂടി നല്ല സന്തോഷത്തോടെ ജീവിക്കുകയും പടച്ചോൻ എത്ര പെട്ടെന്ന് ഇല്ലാതാക്കിയത്.